നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഒരു വട്ടിൻ്റെ കഥ കേട്ടാലോ? വട്ടിൻ്റെ കഥ തന്നെയാണ്. ഒരു പ്രാന്തിൻ്റെ പുറത്ത് ബാംഗ്ലൂരിൽ നിന്ന് കൂർഗ് വരെ പോയൊരു കഥയുണ്ട്. എന്നാൽ നമുക്ക് ആ കഥ ഒന്ന് കേട്ടാലോ? ആക്ച്വലി ഒരു 2-3 ദിവസം ലീവ് കിട്ടി. അപ്പോൾ ആ ലീവിന് എന്ത് ചെയ്യുമെന്നറിയില്ല. എങ്ങോട്ടെങ്കിലും പോകണം, എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇരിക്കുമ്പോൾ രാവിലെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ജോബോൾ. അപ്പോൾ അവൾ വന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തള്ളി പറഞ്ഞയച്ചാ. ആ നേരെ വണ്ടി എടുത്തു. എങ്ങോട്ടാണെന്നറിയില്ല. കുറച്ച് സ്ഥലങ്ങളുണ്ട് മനസ്സിൽ. ഊട്ടി, കൂർഗ്, മൈസൂര് അങ്ങനെ. അപ്പോൾ എവിടേക്കാ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും ഉറപ്പിച്ചിട്ടില്ല. പണ്ട് വിചാരിച്ചു നേരെ ആദ്യം നമുക്ക് മൈസൂർ പിടിക്കാമെന്ന് വിചാരിച്ചു. ഈ പോക്ക് നേരെ മൈസൂരോട്ടുള്ള പോക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ വന്നു. അപ്പം നേരൊക്കെ നമ്മൾ ചായ കുടിക്കാനൊക്കെ നിന്നു. അങ്ങനെ ഒരു ചായക്കടയാണ്. ഈ ചായക്കട പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ ചായക്കടകളിലൊക്കെ ഒരു ഫീല്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ കുറവായിരിക്കും. കുറച്ചുകൂടി ഉള്ളേരിയകളിലേക്ക് പോയി ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയാൽ ഇങ്ങനത്തെ ചായക്കട കാണാൻ പറ്റുള്ളൂ തോന്നും. പക്ഷെ ഇപ്പോൾ കുറച്ച് റീൽസിലൊക്കെ ഞാൻ കുറച്ച് എസ്തെറ്റിക് സ്റ്റൈലുള്ള പഴയൊരു വിൻറ്റേജ് സ്റ്റൈലുള്ള ചായക്കടകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചായക്കട കണ്ടപ്പോൾ നോക്കി ചായ കുടിച്ച രസമുണ്ട്. ആംബിയൻസും ചായയും രസമുണ്ടാവും. അങ്ങനെ നേരെ അവിടുന്ന് ഇറങ്ങി നേരെ മൈസൂരോട്ടുള്ള പോക്കാണ്. ആക്ച്വലി മൈസൂർ ഇപ്പോൾ ദസറ നടന്നുകൊണ്ടിരിക്കുക. ആ ടൈമിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇടുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ പോയ ആ ടൈമിലൂടെ ദസറ നടന്നുകൊണ്ടിരിക്കുക. സോ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. കുറച്ച് ദസറ കവർ ചെയ്താക്കണമെന്നുണ്ടായിരുന്നു. ദസറയുടെ സെറ്റിങ്സും പരിപാടികളും അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതൊക്കെ എങ്ങനെ കാണണം എന്നൊക്കെ ഉണ്ടാകും. ബട്ട് എങ്ങനെ അവിടെ അവസ്ഥ എന്നറിയില്ല. റൂം കിട്ടുമോയെന്ന് അറിയില്ല. സ്പേസ് ട്രാഫിക് ആണോയെന്ന് അറിയില്ല. വണ്ടി കടക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. സോ പ്രത്യേകിച്ചൊരു പ്ലാനിങ് കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ റിസ്ക് കാണുന്നില്ല. എന്തായാലും പോയി നോക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി ഒരു സന്ധ്യാനേരമായപ്പോൾ ആകാശത്തിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങി. നീല നിറം മാറി മഞ്ഞ കളറായി, ഓറഞ്ച് ആയി. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ട്രാവലിങ്. ഒരു ബൊമ്മേനൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് രസമുണ്ട്, ക്യൂട്ട് ബൊമ്മ. ആ ബൊമ്മക്കുട്ടീനെ പിടിച്ച് വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് സാഹസികമായ യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓടിച്ച് പിന്നെ കുറച്ചിട്ട് ഇച്ചിരി വിശപ്പ് വന്നു. വണ്ടി നിർത്തി. ഹെവി ആയിട്ട് കഴിക്കാൻ നിന്നില്ല. ഹെവി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. സോ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ഒരു കുഞ്ഞ വടയും ഒരു കാപ്പിയും കുടിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് നമ്മൾ പതുക്കെ അങ്ങനെ ഇറങ്ങി. വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട്. ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് എന്താണ് അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ എന്നറിയില്ല. പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. റോഡൊക്കെ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുക. അധികം ആൾക്കാരൊന്നുമില്ല. ഈ സെക്ഷൻ എത്തിയപ്പോൾ ഈ ഒരു ഭാഗത്തിപ്പോൾ അധികം ആൾക്കാരില്ല. പക്ഷെ എന്നാലും ഉണ്ട്, തിരക്കുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ ട്രാവലേഴ്സാണ്. കുറേ പേര് മേ ബി സ്റ്റുഡൻസ് ആയിരിക്കാം, മേ ബി ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ദക്ഷത കാണാൻ പോകുന്നവരായിരിക്കും മിക്കവാറും കൂടുതൽ ആൾക്കാരും. പിന്നെ ഊട്ടിയിലോട്ട് പോകുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാനിപ്പോൾ ഈ പോക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ പോകുമ്പോൾ ഇവിടെ ബാംഗ്ലൂർ, കർണാടക ഊട്ടിക്കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാൻ. കാരണം ഏത് സമയത്ത് എപ്പോഴും എവിടെ നിന്ന് ആൾക്കാർ വരാൻ പറയാൻ പറ്റില്ല. പിന്നത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കാണ്. ഇപ്പോൾ കണ്ടില്ലേ ഇതൊന്നും ട്രാഫിക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഇത് മാത്രം. പക്ഷേ ശരിക്കുള്ള ട്രാഫിക് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മളിവിടെ എടുക്കണം ട്രാഫിക്കിൽ. ജസ്റ്റ് 5 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊന്നും ഓഫീസിലേക്ക് ഒരു 5 കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ആവുക. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ വരെ 3/4 മണിക്കൂർ ചിലപ്പോൾ എടുക്കാറുണ്ട്. 5 കിലോമീറ്റർ ജസ്റ്റ് കവർ ചെയ്യാനായിട്ട്. ഇത്രയും ട്രാഫിക്കും സിഗ്നലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് ഞാൻ പോയപ്പോൾ കണ്ടൊരു പാടത്തിൻ്റെ ഏരിയയാണ്. ഭയങ്കര രസമാണ്. ഇത് പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീല്. പിന്നെ ഈ പറഞ്ഞ പോലെ പാലക്കാട് ഭാഗങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോഴൊരു ആ ഒരു പരിപാടി നല്ല രസമുണ്ട് കാണാനായിട്ട്. പാടങ്ങളും
ഇവിടൊക്കെ ഇപ്പോഴും നല്ലോണം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലാണ് കൃഷി കുറഞ്ഞു കുറഞ്ഞു വരണേ. ഈ സൺസെറ്റിങ് ഭയങ്കര ഈ ക്ലൗഡ് പാറ്റേൺസ് ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയില്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അത് കാണുമ്പോൾ എന്തോ മനസ്സ് ഭയങ്കരമായിട്ടൊരു പീസ്ഫുൾ സ്റ്റേജിലോട്ട് പോകും. പ്രത്യേകിച്ച് ഈ ഈവനിങ് ടൈമിലെ ആകാശത്തിൻ്റെ കളറും ആ സൂര്യൻ്റെ വിളിച്ച ക്ലൗഡിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം പാറ്റേൺ, അത് ഭയങ്കര രസമല്ലേ. ശരിക്കും നമ്മളൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം, ആസ്വദിക്കണം. ആക്ച്വലി പക്ഷെ ഇപ്പം ആർക്കും അതിനുള്ള സമയമില്ല. ചേച്ചി എനിക്കുണ്ടാവാറില്ല. ഇപ്പോൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്. ഏത് നേരം ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഫോണിൽ പൊത്തിപ്പിടിച്ചോണ്ട് തന്നെ ഇരിക്കും ഇൻസ്റ്റാഗ്രാമും നോക്കി. മൈസൂരിൽ നിന്ന് നേരെ ഡിവൈഡ് ചെയ്ത് ഊട്ടി പോയില്ല, നേരെ കൂർഗിലോട്ട് പോയി. കൂർഗിലോട്ട് കൂടാതെ ദസറ ഫെസ്റ്റിവലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് എന്തോ പരിപാടിയാണ് ഇവിടെ അമ്പലത്തിൻ്റെ ഒക്കെ. അതിനാണ് നവരാത്രിയുടെ എന്തോ പരിപാടിയാണ്. അപ്പം അതിൻ്റെയാണ് ഈ കാണുന്ന പ്ലേറ്റും ബഹളം അങ്ങനെയൊക്കെ. അവിടെ ബാക്കിലോട്ട് നോക്കി അവിടെ കുറേ ഇവരെ പാബ്ലോ മറ്റേത് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നൊക്കെ നോക്കി ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാം നേരത്തെ അടച്ചു. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല തിന്നാനായിട്ട്. കടകളൊക്കെ അടച്ചു. അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അറിയാതെ കോഫി കുടിച്ചിനുള്ള ഉറക്കം പോകും. അത് വേണ്ട, പോയി കിടന്ന് ഉറങ്ങാനുള്ള, നാളെ നേരത്തെ പോകണ്ടേ. അപ്പോൾ കഴിഞ്ഞു അത് പരിപാടി. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. ഇത് ഹോസ്റ്റലാണ്, റൂമല്ല. ആക്ച്വലി എനിക്ക് അവിടെ 600 രൂപ വന്നുള്ളൂ. ആ സമയത്ത് ഞാൻ നൈറ്റ് മാട്രിക്കിലും അവിടെയുള്ള റൂമുകളൊക്കെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര റേറ്റാണ്. 3000-2000 ആ റേഞ്ചിൽ കുറഞ്ഞതില്ല. അപ്പോൾ രാജ സീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് ഉണ്ട് അവിടെ, സൺറൈസ് സ്പോട്ടാണ്. അങ്ങോട്ട് പോവാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. രാജ സീറ്റ്സ് ആണ് സ്പോട്ടിൻ്റെ പേര്. സൺറൈസ് സ്പോട്ടാണ്. കാലത്ത് തന്നെ ഒരു 6:30 ആയപ്പോൾ ഇട്ടു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അങ്ങനെ രാജ സീറ്റ് കാണാൻ പോണ വഴിയാണ്. ആക്ച്വലി ഒരു ഉദ്യാനമാണ്. അതെന്ന് ഇംഗ്ലീഷ് പറയാൻ ഗാർഡൻ. അങ്ങനെ ഗാർഡനാണത്. ആക്ച്വലി ഇവിടെ നിന്ന് സൺറൈസ് പോയിന്റും ഉണ്ട്, നല്ല ക്ലൗഡ് പാറ്റേൺസൊക്കെ കാണാം എന്നൊക്കെയാണ് ഗൂഗിളിൽ വന്നത്. പക്ഷേ ഈ സമയത്ത് ഞാൻ ചെന്നപ്പോൾ കുറച്ചും കൂടി നേരത്തെയാണ്. സൂര്യനൊക്കെ നേരത്തെ ഉദിച്ചായിരുന്നു. ഞാൻ വേണ്ടി പിടിച്ച് കുറച്ച് നേരം അവിടെ ബെഡിൽ ഇരുന്നായിരുന്നുകൊണ്ട് സൂര്യൻ്റെ പാട് നോക്കി എഴുന്നേറ്റ് പോകും. നമുക്ക് വേണ്ടി സൂര്യൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്ച്വലി പക്ഷെ സൂര്യനെ കണ്ടില്ലേലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ. നല്ല രസമുണ്ടാവും കാണാനായിട്ട്. കഥയാത്മകമായിട്ട് പറയാൻ പച്ചപ്പരവതാനിച്ച പോലെ അങ്ങനെയൊക്കെ എടുക്കുക. കോവും ഒരു ചെറിയ മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഇവിടെ നടക്കാൻ ഭയങ്കര രസമാണ്. തണവുണ്ട്, അത്ര വലിയ തണവില്ലെങ്കിലും കുറച്ച് തണവുണ്ടാവും. സാധാ ഒരു വിൻ്റർ സീസണുള്ളൊരു അത്രയും തണവൊന്നുമില്ല, ബട്ട് അത്യാവശ്യം തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് രാജാ സീറ്റ്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇവിടെ നിന്നിട്ടാണ് സൺറൈസ് കാണുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ രാജാക്കന്മാർക്കൊക്കെ എന്താണെങ്കിലും ചെയ്യാറ്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയവും പൈസയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ പെണ്ണും കാണാൻ. ഒരു ദിവസം അങ്ങനെ കാണാൻ പറ്റുക, അത് കണ്ടു. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. Can't be afraid, so leave this hour. We got as far as you know how I see these are in your eyes. Think we are part together. Come in just like the fire. You got me leaving.
അപ്പോൾ ഇവിടുത്തെ സൺറൈസും കാര്യങ്ങളൊക്കെ കഴിയും. ഇനി മടിക്കേരി ഫോർട്ടിക്ക് പോവാം. ഓക്കെ. അങ്ങനെ രാജാസിക്സിലെ സൺറൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടുത്തെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഗാർഡനും കാര്യങ്ങളൊക്കെയാണുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും ഞാൻ കാണാത്ത എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഫോർട്ടിക്കാണ്. നമുക്ക് അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഫോർട്ടിൽ സെൻട്രിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. ഇത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ വഴി പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോർട്ടിലോട്ടുള്ള മാപ്പ് ഇട്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് കറക്റ്റ് അങ്ങോട്ട് ലൊക്കേഷനിൽ എത്തും. ഞാനങ്ങനെയാണ് പോയി. ഞാൻ വഴിയിൽ ഇപ്പോൾ അങ്ങനെ ആരുടെ ചോദിക്കാനോ ഒന്നൊന്നുമില്ല. ജസ്റ്റ് മാപ്പ് ഇട്ടു, ഗൂഗിൾ മാപ്പ് ഓൺ ആക്കി, ലൊക്കേഷൻ ഇട്ടു, നേരെ വണ്ടി എടുത്ത് പോരാണ് ചെയ്തത്. അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴിയൊന്നുമല്ല. Sharp left onto Fort Road. Head southwest, then sharp left onto Madikeri Road. Slide right onto Fort Road, then turn right. Head northeast on Madikeri Road, Madikeri, Virajpet Road, then turn left. Make a U-turn, then turn right onto Madikeri Road. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫോർട്ട്. വണ്ടി നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഈ കാണുന്ന വഴി കൊണ്ട് നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകാം. വേറെ പാർക്കിംഗ് ഉള്ളിൽ തന്നെ ഉണ്ട്, പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വലിയ തിരക്കൊന്നുമില്ല നടക്കുന്നപ്പോൾ. ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയേ. ബട്ട് അത്ര വലിയ തിരക്കോ എന്താ പറയുക ടിക്കറ്റ് കൗണ്ടറോ അങ്ങനൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് കേൾക്കാം. അവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനുള്ളിലേക്ക് അകത്തകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു അമ്പലത്തിൽ ആൾക്കാരൊക്കെ ഉണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള അമ്പലമാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആൾക്കാരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇത് കാണാൻ ചെന്നുകൊണ്ട് അമ്പലത്തിലൊന്നും കയറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നു. ശരി, പുറത്തേക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇന്നലെ നൈറ്റ് നടന്ന പരിപാടിയാണ്. ഇനി ഇവിടെ നിന്നായിരുന്നു ആ ലൈറ്റ് കത്തിരുന്നേ എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും സാധ്യതയില്ല. ഇവിടെ എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുക. അപ്പം അതൊക്കെ അവർ അഴിച്ചു മാറ്റണേ ഉള്ളൂ. അഴിച്ചു മാറ്റുണ്ടോ കഴിഞ്ഞാൽ വൈകുന്നേരം പരിപാടി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. അധികം സ്വീകരിക്കാതെ അല്ല അന്വേഷിക്കാൻ ഞാൻ മുന്നിൽ അവിടെ പോകുന്നു. പിന്നെ അവിടെ ഫോർട്ടിൻ്റെ മതിലും കാര്യങ്ങളുണ്ട്. ഞാൻ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ എൻ്റെ ചർച്ചും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത് ഞാൻ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനൊന്നുമില്ല. പക്ഷെ അത് ചർച്ചാണ്. എന്താണെന്നുണ്ടെങ്കിൽ മുമ്പ് ചെയ്യാൻ പറ്റില്ല, ചർച്ചായിരിക്കും. അപ്പം ഇതാണ് ഫോർട്ട്. പക്ഷെ നമുക്ക് ഫോർട്ടിൻ്റെ മതിലും കടക്കാൻ പറ്റില്ല. അവിടെ ഒരു ക്ലോസ് ചെയ്തേക്കാം. എന്തോ ഇഷ്യൂ ആണെന്ന് അറിയില്ല. ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും കുത്തിക്കേട് കാണിച്ചിട്ടുണ്ടാവാം. ഇല്ലാണ്ട് കറക്റ്റ് ചെയ്യും. ഇത് പണ്ടത്തെ ജയിലും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല അവിടെ നടന്നുകൊണ്ട് ചേട്ടന്മാർ അങ്ങനെ കേട്ടോ. അവിടെയും ഇപ്പോൾ അങ്ങോട്ടും കടത്തിയൊന്നുമില്ല, ക്ലോസ്ഡാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് നേരെ അങ്ങോട്ട് തിരിച്ചു പോവാറ്. ഒരു രസമുണ്ട് കേട്ടോ. അതിൻ്റെ പഴയ ബിൽഡിങ്ങും എന്താ പറയുക പണ്ടത്തെ ആർക്കിടെക്ചർ സംഭവം എനിക്കത് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. പഴയ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ, അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ.
മുറ്റത്ത് നിന്നൊരു കറക്കവും കറങ്ങി അവിടെ 2-3 പ്രാവുകളെ പേടിച്ച് ഒളിപ്പിച്ച് ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. Not voicing blaming you, did not know. പിന്നെ കോഫി പ്ലാന്റേഷനിൽ പോയി നോക്കാം. So you were unfunny, that's why I give you everything. അങ്ങനെ വണ്ടി എടുത്ത് നമ്മളിങ്ങനെ അടുത്ത് പോകാൻ പോകുന്ന സ്ഥലമാണ് കോഫി പ്ലാന്റേഷൻ. അപ്പം അതിനും പോകാനതിൻ്റെ വേറൊരു അമ്പലമുണ്ട്. ആക്ച്വലി ഞാൻ 2-3 ഫോട്ടോസ് ഞാൻ കാണുന്നതാണ് ഗൂഗിളിൽ. അത് ഭയങ്കര നല്ല രസമാണ് ആക്ച്വലി. ഇഷ്ടം കാര്യങ്ങളൊക്കെ ഒന്ന് പോകുമ്പോഴാണ് പ്രത്യേകിച്ച് നല്ലൊരു സ്ഥലം ഒരു പരിപാടി ഉണ്ടാകുന്നത്. പക്ഷേ അത് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ അകലെയാണ്. ഞാൻ ഇന്ന് തന്നെ തിരിച്ച് പോകാനുള്ള പരിപാടി ആയതുകൊണ്ട് അവിടെ പോയി ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും നേരെ കുറേ ആവും. പിന്നെ പെട്രോൾ അത്രയും പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനും വരും. നേരെ കോഫി പ്ലാന്റേഷൻ എന്താണെന്ന് വെച്ചാൽ കാണുന്നത് വെച്ചാൽ അവർക്ക് കിട്ടും. പക്ഷേ നമ്മൾ പോണ വഴി തന്നെയാണ്. അത് നമ്മൾ ഈ പോണ മെയിൻ റോഡിൽ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് പോകണം. കുറച്ച് ദൂരം കഴിയുമ്പോൾ വരും. പറയാ ഈ ആ കാറ് വരുന്ന വഴി കൂടെ താഴത്തോട്ട് പോകണം ആ സ്ഥലത്തോട്ട് പോകാനായിട്ട്. അത് നേരെ കോഫി പ്ലാന്റേഷനിലോട്ട് പോവാണ്. അങ്ങനെ കോഫി പ്ലാന്റേഷനിൽ പോയി കോഫി ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവിടുത്തെ പലതരം അവർ പ്ലാന്റേഷനിൽ അവർ വെച്ച് പിടിപ്പിച്ചേക്കുന്ന അവർ കൃഷി ഫാം ചെയ്യുന്ന പലതരം കോഫികളെ കുറിച്ച് അവർ കാണിച്ചു തരും. അവരുടെ ആ കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ അവർ നമ്മളൊരു സഫാരി ഇല്ല സഫാരി നല്ല പറയാം, ഒരു ടൂറ്, കോഫി പ്ലാന്റേഷൻ ടൂറ് ആ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പോണത്. ബട്ട് മൈ ഫേറ്റ് ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ആക്ച്വലി ഒരു 9:30 ടൈമിൽ എന്താണ് ഞാൻ അവിടെ ചെന്നേ. ഒരു 9:30 ടൈമിനോട് ചെന്നിട്ട് കാര്യമില്ല. ആ കോഫി പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 മണി ആവുമെന്നാണ് എൻ്റെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞത്. 10-10:30 കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങോട്ട് പോകുന്നവർക്ക് കോഫി ചെയ്യാനുണ്ടായിരുന്ന കോഫി പ്ലാന്റ്സ് ഒക്കെ കാണാം. പലതരം ടൈപ്പ് കോഫികൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ ഇവരുടെ കോഫിയും കാര്യങ്ങളൊക്കെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. വേറെ ഡിഷസ് ഒന്നും തോന്നുന്നു. ഞാൻ അത് ഓപ്പൺ അല്ലാത്ത കാരണം പിന്നെ ഞാൻ അവിടെ അധികം നിന്ന് കറങ്ങുന്നില്ല. കാരണം എനിക്ക് തിരിച്ച് പോകണം. പിന്നെ അത് അപ്പോഴും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല തിരിച്ച് ബാംഗ്ലൂർക്ക് പോരണോ അത് വേറെ എങ്ങോട്ടേലും പോകണോ എന്നുള്ളൊരു അപ്പോഴും എൻ്റെ മനസ്സ് പ്ലാൻ ഉണ്ടാവില്ല. സോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ആലോചിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ ഞാൻ വയനാട് പിടിച്ചു. തേങ്ങ വയനാട് വഴി ഊട്ടി പോയി എണ്ണക്കുറ കയറാനുള്ള ഐഡിയയിലാണ്. പിന്നെ ഞാൻ അവിടെ നേരെ പോകുന്നത്. നേരെ ഈ പ്ലാന്റേഷനിൽ ഇറങ്ങി പിന്നെ നേരെ റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു. അവിടെ കുറച്ച് ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെടുത്ത് അവിടെ നിന്ന് നേരെ വയനാട് പിടിച്ചു.